ഇന്ന് നമുക്ക് ക്ലേ വെച്ചിട്ട് ഒരു പെൻസിൽ ഹോൾഡർ ചെയ്തെടുക്കാം. ഇതിനെല്ലാം വഴിയൊരുക്കി തന്നത് പിൻട്രസ്റ്റ് ആണ്. വെറുതെ ഇരുന്ന് പിൻട്രസ്റ്റ് തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു മഷ്റൂമിന്റെ പെൻസിൽ ഹോൾഡർ ഞാൻ കണ്ടത്. പിന്നെ നമ്മൾ വിട്ടില്ല, എന്നാ പിന്നെ ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് വിചാരിച്ചു. ഇതൊരു പാർട്ട് 1 വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. കാരണം ഇത് പിൻട്രസ്റ്റിൽ കാണുന്ന കണക്ക് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പിൻട്രസ്റ്റിൽ അവർ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെങ്കിലും നമുക്കിവിടെ സോയിൽ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. സോയിൽ ക്ലേ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല പണിയാണ്. ഈ വശം നമ്മൾ ശരിയാക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ വശത്തേക്ക് ക്രാക്ക് വീഴും. പിന്നെ അതൊക്കെ ഒന്ന് ശരിയാക്കി വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരുപാട് ടൈം എടുക്കും. പിന്നെ ഇത് ഉണങ്ങി കിട്ടാനും 1-2 ദിവസം എടുക്കും. ഇതിന്റെ ഓരോ പാർട്ട് ഉണങ്ങുമ്പോഴേ നമുക്ക് അടുത്ത പാർട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം 1-1.5 മണിക്കൂർ എടുത്ത്. പിന്നെ നമ്മുടെ ഗീവ് അവേയുടെ ഗിഫ്റ്റ് സെലക്ഷൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നാളെ കൂടെ ഉള്ളൂ ഗിഫ്റ്റ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യും. അപ്പം വേഗം പോയി എല്ലാവരും കമന്റ് ചെയ്തു നിങ്ങൾക്ക് ഗീവ് അവേക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടതെന്ന്. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ അത്ര എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രോത്സാഹനം കിട്ടത്തുള്ളൂ. അപ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് ഇന്നലെ ഉണ്ടാക്കിയ ദോശക്കല്ലാണ്. ജസ്റ്റ് ഉണങ്ങിയപ്പം ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ആ ബാക്ക്ഗ്രൗണ്ട് ആ ദോശക്കല്ല് നല്ലോണം ചേർന്ന് തോന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഓക്കെ, ബൈ.